സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷനാണ് മോഡ്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, മീൻ കണ്ടു. അപ്പോൾ മീനിൽ തന്നെ അർത്ഥമെറ്റിക് മീൻ, അതുപോലെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, പിന്നെ മീഡിയൻ കണ്ടു. ഇതൊക്കെ തന്നെ കണ്ടിന്യൂസിലും ഇൻഡിവിജ്വലിലും ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസ് സീരീസിലും നമ്മൾ ചെയ്ത് അതിൻ്റെ നോക്കിയതാണ്. ഇനിയാണ് മോഡ്. അപ്പോൾ മോഡും ഒരു സെൻട്രൽ ടെൻഡൻസിയാണ്, ഒരു ആവറേജ് ആയിട്ട് കണക്കാക്കാവുന്ന ഒരു വാല്യൂ ആണ്. മീനാണ് പെർഫെക്റ്റ് ആവറേജ്, മീഡിയനും ഒരു ആവറേജ് ആയിട്ട് കണക്കാക്കാമായിരുന്നു. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ്. നമ്മൾ നടുവിൽ വരുന്ന സംഖ്യ സെലക്ട് ചെയ്തായിരുന്നു. ഇനി മോഡ് എന്താണ്? മോഡ് ഈസ് അനദർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ദ മോഡ് ഓർ ദ മോഡൽ വാല്യൂ ഇസ് ദ വാല്യൂ ഇൻ എ സീരീസ് ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഒക്കർ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്ന ഫ്രീക്വൻസിയാണെന്ത്? മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഇപ്പോൾ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ്, സ്റ്റാറ്റിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് മോഡാണ് ഏറ്റവും നല്ല സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ മാർക്ക് വാങ്ങുകയാണ്. അപ്പോൾ മാർക്ക് ഒരു കുട്ടി ചിലപ്പോൾ 100 വാങ്ങിയിട്ടുണ്ടാവും, കൂടുതൽ കുട്ടികൾ ചിലപ്പോൾ ഒരു ആവറേജ് മാർക്കേ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മോഡ് നോക്കണതാണ് നല്ലത്, ആ മൊത്തം ക്ലാസ്സിൻ്റെ ഒരു അറിയാനായിട്ട്, സിറ്റുവേഷൻ അറിയാനായിട്ട്. കാര്യം ആവറേജ് എടുക്കുകയാണെങ്കിൽ ആ 100 എല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നേരത്തെ ചിലപ്പോൾ ആവറേജ് കുറച്ച് കൂടും, അല്ല ഒരു 60 എത്തും. പക്ഷേ മോഡ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ വരുന്ന സംഖ്യകൾ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണ് മോഡ് അങ്ങനെ പരിഗണിച്ചാൽ മതി. സോ മോഡ് ഈസ് ദ അനദർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ദ മോഡ് ഓർ ദ മോഡൽ വാല്യൂ ഇസ് ദ വാല്യൂ ഇൻ സീരീസ് ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഒക്കർ വിത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി ആണ്. ഫോർ എക്സാമ്പിൾ, ദ മോഡ് ഓഫ് ദ സീരീസ് 358 54583 would be 5 since the value occur more frequently than any others. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇങ്ങനെ ഒരു സീരീസ് തരികയാണെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 5 3 പ്രാവശ്യം വരുന്നുണ്ട്, ബാക്കിയൊന്നും അങ്ങനെ അതിനപ്പുറത്തേക്ക് വരുന്നില്ല, 3ലേക്ക് എത്തുന്നില്ല. എന്നാൽ 8 2 പ്രാവശ്യം വരുന്നുണ്ട്, പക്ഷെ 5 3 പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് 5 നമ്മൾ മോഡായിട്ട് പരിഗണിക്കുന്നത്. ദർ ക്യാൻ ബി മോർ ദാൻ 1 മോഡ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നിലധികം മോഡ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എ സിംഗിൾ മോഡ് ഇസ് കോൾഡ് യൂണി മോഡൽ ആൻഡ് വിത്ത് 2 ഇസ് കോൾഡ് ബൈ മോഡൽ. അപ്പോൾ ചിലപ്പോൾ എങ്ങനെ നോക്കിയാൽ ഈ ഒരു സാധനം നമ്മളിപ്പോൾ 3 എത്ര പ്രാവശ്യം വരുന്നത്? 3 ഇപ്പോൾ 2 പ്രാവശ്യം, പിന്നെ 4 1 പ്രാവശ്യം, പിന്നെ 5 3 പ്രാവശ്യം, 8 2 പ്രാവശ്യം, ഇങ്ങനെ 5 8. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് വരച്ചിരിക്കും ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു മോഡേ ഉള്ളൂ, ഇതിൽ 2 മോഡൽ. അപ്പോൾ ഇതിനെ യൂണി മോഡൽ എന്ന് പറയാം, ഇതിനാണ് ബൈ മോഡൽ എന്ന് പറയാം. മോർ ദാൻ 2 ആണെങ്കിൽ മൾട്ടി മോഡൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക അതിൽ ഏത് സംഖ്യയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അതാണ് മോഡ്. അപ്പോൾ കാൽക്കുലേറ്റ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ്. 10 കുട്ടികൾ വാങ്ങിയ മാർക്കിൽ മോഡിൻ്റെ വാല്യൂ എത്രയാണ്? 10 27 24 12 27 27 20 18 15 31. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് 27 2 പ്രാവശ്യം വരുന്നത്, ബാക്കി 3 പ്രാവശ്യം വരുന്നു, ബാക്കിയൊന്നും അത് അങ്ങനെ വരുന്നില്ല. സോ 27 occurs മാക്സിമം നമ്പർ ഓഫ് ടൈംസ് വിച്ച് ഇസ് 3. സോ മോഡൽ മാർക്സ് ഇസ് 27. അപ്പോൾ മോഡായിട്ടാണ് പരിഗണിക്കുക, 27 മോഡായിട്ട് പരിഗണിക്കുന്നത്. ഒബ്സർവ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 61 എത്ര പ്രാവശ്യം വരുന്നത് നോക്കിയാൽ 61 3 പ്രാവശ്യം, 62 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് 60 ആകെ 2 പ്രാവശ്യം വരുന്നുള്ളൂ. സോ 61 and 62 റിപ്പീറ്റ് 3 times and 61 and 62 ആർ മോഡ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. മോഡ് കാണാൻ മറ്റൊരു മീഡിയനും മീനും തരികയാണെങ്കിൽ, ഇഫ് ഒരു ഡിസ്ട്രിബ്യൂഷന് മീനും മീഡിയനും തരികയാണെങ്കിൽ 3 മീഡിയൻ മൈനസ് 2 മീനാണെന്ത് മോഡ് എന്ന് വെച്ചാൽ. ഓക്കെ, 3 മീഡിയൻ മൈനസ് 2 മീൻ, 3 മീഡിയനാണ് മൈനസ് 2 മീനാണെന്ത് മോഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ്. ഇസ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് moderately asymmetrical series is 26.8 and then 27.9 respectively. What would be the most probable mode? അപ്പോൾ ഇതിൻ്റെ മോഡ് എന്തായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 3 മീഡിയൻ മൈനസ് 2 മീനാണ് മോഡ് എന്ന് വെച്ചാൽ. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോഡ് കാണാവുന്നതാണ്. ഫ്രം ദ ഫോളോയിങ് ഫോർമുല എനി ആവറേജ് വാല്യൂ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ അതർ 2 ആർ ഗിവൺ ബൈ ദ ഒബ്സർവർ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എന്താണ് 2 ആവറേജ് വാല്യൂ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മോഡോ ഇപ്പോൾ മീൻ എന്താണ് 2 മീൻ എന്താ വരിക. സോ 2 മീൻ വിൽ ബി ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് മോഡായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ട് മീനും മീഡിയനും മോഡ് നമുക്കങ്ങനെ കിട്ടാവുന്നതാണ്. പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് മോഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ജസ്റ്റ് ഇൻസ്പെക്ഷൻ. ദ ഐറ്റം ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് ടേക്കൺ ആസ് മോഡ്.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മോഡ് മനസ്സിലാവും. ഇപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഏതിലാണ് വരുന്നത് ഇങ്ങനെ നമ്മൾ തന്നിട്ട് ഫൈൻ മോഡ് ഫ്രം ഇതൊന്നും തീരെ ചോദിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതാണ് 12 അപ്പോൾ എന്താണ് 12 മോഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലിലാണെങ്കിലും ഡിസ്ക്രീറ്റിലാണെങ്കിലും മോഡ് കാണാമെന്ന് വെച്ചാൽ എണ്ണം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന സാധനത്തിന് മോഡായിട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് 2 മാർക്കിന്, ഡിസ്ക്രീറ്റിൽ തീരെ ചോദിക്കാൻ ചാൻസ് ഇല്ല. കാര്യം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളതാണ്. കണ്ടിന്യൂസിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസിൽ ഒരു ഇക്വേഷൻ തന്നെ വരുന്നുണ്ട്. സോ in a continuous series, mode lies in the class having highest frequency. Either by preparing the grouping and analysis table or by inspection we have to ascertain model class. അപ്പോൾ മോഡ് എല്ലാം വരുന്നത് വെച്ചാൽ ഏറ്റവും വലിയ ഫ്രീക്വൻസിയിലാണ് വരിക. പക്ഷേ കണ്ടിന്യൂസിലാകുമ്പോഴാണ് റേഞ്ച് ഉണ്ടല്ലോ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ കൃത്യം വാല്യൂ നമുക്ക് കണക്കാക്കണം. അതെന്താണ് L പ്ലസ് എന്താണ് Δ1 ഡിവൈഡ് ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I ആണ് എന്ത് വരുന്നത് മോഡിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ L എന്താണ് നമ്മുടെ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ്. Δ1 ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് പ്രീ മോഡൽ ക്ലാസ് ആണ്, പ്രൊസീഡിംഗ് ആണ്. പിന്നെ എന്താണ് Δ2 ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ പോസ്റ്റ് മിഡിൽ ക്ലാസ്. I ഇസ് ദ ഇൻ്റർവൽ ക്ലാസ്. അപ്പോൾ ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോഡ് എന്ന് വെച്ചാൽ ഇതാണ് മോഡൽ ക്ലാസ് അല്ലേ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഇതാണ്. അപ്പോൾ അതിനെ മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കാം. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് 15, 60 ഇതാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം L എന്ന് വെച്ചാൽ ഇതാണ്. I എന്ന് വെച്ചാൽ അത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്, അത് 10 അതാണ് I. L എന്ന് വെച്ചാൽ 50 L എന്ന് വെച്ചാൽ 50 I എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫറൻസ് ആണ്, അത് 10 വരുന്നത്. ഓക്കെ, ഇനി Δ1 എന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡ് എത്രയാണ്, ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് ഇത്. അപ്പോൾ Δ1 ഇതും ഇതിന് തൊട്ട് മുകളിലുള്ള 12 15 മൈനസ് 12 മൈനസ് ചെയ്യാം. ഓക്കെ, അതാണ് Δ1 അതായത് എന്താണ് പ്രീ ഫ്രീക്വൻസി. ഇതാണ് Δ1. Δ2 എന്താണ് ഇതുമായിട്ട് ഡിഫറൻസ് ചെയ്യാം. 15 അവിടെയും 12 തന്നെയാണ് വരുന്നത്, അത് 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ 2 3 Δ1ഉം Δ3ഉം. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ Δ1 എന്താണ് ഇതാണല്ലോ മോഡൽ ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും തൊട്ട് മുൻപുള്ള ഫ്രീക്വൻസി ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ആ ഫ്രീക്വൻസി തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി ആയിട്ടുള്ള ഡിഫറൻസ്. Δ2 എന്നാണ് ഈ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. L എന്ന് വെച്ചാൽ 50, Δ1 is 3, Δ2 is 3, I is 10. അത് വെച്ച് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. L പ്ലസ് Δ1 ഡിവൈഡ് ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I ആണ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ 55 ഉത്തരം കിട്ടുന്നത്. ഓക്കെ, 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 3/6 1/2 ആണ്. 1/2 ഇൻറ്റു 10 is 5. പിന്നെന്താണ് 50 പ്ലസ് 5 is equal to 55. ഓക്കെ, അപ്പോൾ മോഡ് വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ പറഞ്ഞത് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് മോഡ് ക്ലാസ് ഇൻ്റർവൽ ഷുഡ് ബി ഈക്വൽ. ക്ലാസ് ഇൻ്റർവൽ ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ മോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ എക്സ്ക്ലൂസീവ് ടൈപ്പും ആയിരിക്കണം. അപ്പോൾ കാൽക്കുലേറ്റ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. സിൻസ് ക്ലാസ് ഇൻ്റർവൽസ് ആർ അൺഈക്വൽ വി മസ്റ്റ് അഡ്ജസ്റ്റ് ദ ഫ്രീക്വൻസി. നോക്കിക്കഴിഞ്ഞാൽ അൺഈക്വൽ ക്ലാസ് ആണ്, അല്ല അൺഈക്വൽ ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 ഇവിടെ 20 ഉണ്ട് അല്ല, ഇവിടെയൊക്കെ 10 ഇവിടെ 10 ഇവിടെ 20. അപ്പോൾ അതിനെ മാറ്റണം നമുക്ക്. അപ്പോൾ ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 0 to 10 5, 10 to 20 15, 20 to 40 ആണ്. അപ്പോൾ 20 to 30 എഴുതുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇത് 40 ഉണ്ടല്ലോ, അതിന് 20 ആക്കി എഴുതുക. പിന്നെ 30 to 40 ആക്കി ഇവിടെ എഴുതുക, അതിന് 20 ആക്കുക. മനസ്സിലായില്ലേ, ഇതിനെ ഡിവൈഡ് ചെയ്യുക ചെയ്ത്. കാര്യം ഇതൊക്കെ 10 ക്ലാസ് ഇൻ്റർവെല്. ഇവിടെ 20 ഇവിടെ 20. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ 20 ആക്കി എഴുതി അങ്ങനെ എഴുതുക. പിന്നെ ഇത് അതേപടി എഴുതുക. പിന്നെ എന്താണ് ഇതിനും 50 to 60, 60 to 70 ആക്കുക. 20 ഡിവൈഡ് ചെയ്തിട്ട് 14 എന്ന് എഴുതുക. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മോഡ് കാണും. മോഡൽ ക്ലാസ് ഇതാണ് വരുന്നത്. L ഇതാണ്, മനസ്സിലായില്ലേ, L ഇതാണ്. I എത്രയാണ്, ഇത് നമ്മുടെ ഡിഫറൻസ്, അത് 10 വരുന്നത്. Δ1 എന്താണ്, ഇതും നമ്മുടെ ഡിഫറൻസ്. അപ്പോൾ 32 മൈനസ് 20. ഓക്കെ, 32 മൈനസ് 20 ഇവിടെ 10 Δ1 വരുന്നത്. 32 മൈനസ് 14 Δ2 വരുന്നത് എന്താണ്, അത് 18. 32 മൈനസ് 14. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഇക്വേഷൻ L പ്ലസ് Δ1 ഡിവൈഡ് ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I എന്ന് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൽ വരുന്നത്.
അത് കഴിഞ്ഞിട്ട് ഓപ്പൺ എൻഡ് ക്ലാസ്സുകളാണെങ്കിൽ ഇപ്പോൾ ലെസ് ദാൻ 10 അതേമാതിരി എബവ് എന്ന് വരികയാണെങ്കിൽ എന്താണ് ദ ഫസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സസ് ആർ ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു മേക്ക് അസംഷൻസ് അബൌട്ട് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. വി മേ ജസ്റ്റ് ലീവ് ദം ആസ് സച്ച്. അപ്പോൾ ഇതാണല്ലോ മോഡൽ ക്ലാസ് ആയിട്ട് വരിക. അപ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ് അതേമാതിരി വെച്ചാൽ മതി. ഇതൊക്കെ എന്താണ് സെയിം ആണ് ഇൻ്റർവെൽ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ 0 കൊടുക്കാം, ഇവിടെ 15 കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് മോഡൽ ക്ലാസ് ആയതുകൊണ്ട് എന്താണ് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം മോഡ്. പിന്നെ ഇൻക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ, ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, 0 to 9 പിന്നെ 10 to 19 ആണ്. അപ്പം മറ്റേലൊക്കെ 0 to 10, 10 to 20 അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി മീഡിയനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് ഒരു അര കുറയ്ക്കുക, സോറി ഒരു അര ഹാഫ് കൂട്ടുക, ഇവിടുന്ന് ഒരു ഹാഫ് കൂട്ടുക. ഓക്കെ, സോറി ഇവിടെ ഒരു ഹാഫ് കുറയ്ക്കുക. അപ്പോൾ -0.5 ആണ് ഇവിടെ വരിക. ഇവിടെ ഒരു ഹാഫ് കൂട്ടുക, അത് 9.5. ഇവിടെ ഒരു ഹാഫ് കുറയ്ക്കുക, 9.5. ഇവിടെ ഒരു ഹാഫ് കൂട്ടുക, 19.5. അങ്ങനെ എഴുതുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മോഡൽ ക്ലാസ് ആയിട്ട് വരുന്നത്. ഇതാണ് L ആയിട്ട് വരുന്നത്. ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. I 10 ആണ്. Δ1 എന്താണ്? 84 - 56 ആണ്. Δ1 56. Δ2 എത്രയാണ്? 84 - 47 ആണ്. അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, മോഡ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളാണ് ഇതൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ ഈ ഒരു ക്ലാസ്സിൽ ഇനിയിപ്പോൾ മോഡിൻ്റെ ലിമിറ്റേഷൻസ്, മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻ ആണ്. മോഡിൻ്റെ മെറിറ്റ്സ് എന്നാണ്, മോഡ് ഇസ് ദ മോസ്റ്റ് ടിപ്പിക്കൽ ഓർ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളെയല്ലേ നമ്മളൊരു ക്ലാസ്സിൻ്റെയോ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ആൾക്ക് 30 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ശരിക്കും അതിൻ്റെ ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ ആയിട്ട് പറഞ്ഞത്, മീനല്ല. ചിലപ്പോൾ 100 മാർക്ക് കിട്ടിയ ഒരാളുണ്ടാവും, അയാളത് കൂടി ഇതിൽ മിക്സാക്കി നമ്മൾ ആവറേജ് എടുത്താൽ ചിലപ്പോൾ 30 കൂടും, ഒരു 50 40 കിട്ടും. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ കിട്ടിയ മാർക്കിനെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അത് അധികം കണ്ടിന്യൂസ് സീരീസിലൊക്കെ എടുക്കണതാണ് നല്ലത്. പിന്നെ ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീംലി ലാർജ് ഓർ സ്മോൾ ഐറ്റം. വലിയ ഐറ്റംസും ചെറിയ ഐറ്റംസും ഇതിനെ ബാധിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസാണ് എടുക്കുന്നത്. പിന്നെ ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ഡിറ്റർമിൻ ഇൻ ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ വാല്യൂ ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ക്വാളിറ്റേറ്റീവ് ഫിനോമിന. ഇത് ക്വാളിറ്റേറ്റീവ് ഫിനോമിന ഡിസ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻ ഗ്രാഫിക്കലി. ഇതും ഗ്രാഫിക്കലി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതാണ് മീഡിയൻ ഗോൾ തന്നെ. പിന്നെ ലിമിറ്റേഷൻസ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് ബൈ മോഡൽ സീരീസ് മോഡ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. ബൈ മോഡൽ സീരീസിൽ ഒരു കൃത്യം മോഡ് കിട്ടില്ലല്ലോ, 2 എണ്ണം വരികയാണെങ്കിൽ അല്ലേ. ഇപ്പോൾ 60 മാർക്കിൻ്റെ കുറേ കുട്ടികളും കിട്ടും, 30 മാർക്കും കുറേ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. 2 ഈക്വലാണ് ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഏതാണ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ? അപ്പോൾ മോഡ് അല്ല അവിടെ വരുന്നത്. പിന്നെ ഇറ്റ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ആൾജിബ്രൈക് ട്രീറ്റ്. ഇത് ആൾജിബ്രൈക്, അപ്പോൾ മെയിൻ മാത്രമാണ് ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് കേട്ടോ. നിങ്ങൾ മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അതുപോലെ അർത്ഥമെറ്റിക് മീൻ, ഇതിനൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെറിറ്റ്സിൽ മാത്രം ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റിന് പറ്റുന്ന എഴുതിയാൽ മതി. ബാക്കി മീഡിയനും മോഡിനും അത് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് ദ സീരീസ്. ഇറ്റ് ഇസ് നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ്. ഇതിൻ്റെ ഡെഫിനേഷൻ അത്ര റിജിഡ് അല്ല അല്ലേ. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ സീരീസിലൊക്കെ നമ്മളാകെ കൂടുതൽ വരുന്ന സാധനം എടുത്ത് എഴുതുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വരുന്നില്ല. പിന്നെ മോഡിൻ്റെ ഫോർമുല നിങ്ങൾ മറന്നു വരുത്. മോഡ് എന്താണ്? ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. പിന്നെ റിലേറ്റീവ് പൊസിഷൻ നോക്കിയാൽ ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് മീഡിയനെക്കാട്ടി വലുതായിരിക്കും, ഒന്നുകിൽ എന്താണ് മീനിനെക്കാട്ടിയും ആ മീഡിയൻ വലുതായിരിക്കും. അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷനിലാണ്. അതേമാതിരി ഒന്നുകിൽ ചിലപ്പോൾ എന്തായിരിക്കും, മോഡ് ചെറുതായിരിക്കും, അതിനെക്കാട്ടി വലുതായിരിക്കും മീഡിയൻ, അതിനെക്കാട്ടി വലുതായിരിക്കും മീൻ. ഓക്കെ, മീഡിയൻ ഇസ് ഓൾവേസ് ബിറ്റ്വീൻ മോഡ് ആൻഡ് മീൻ. മീഡിയൻ എപ്പോഴും മോഡിൻ്റെയും മീനിൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ കാൾ പിയേഴ്സൺസ് ആസ് എക്സ്പ്രസ് റിലേഷൻഷിപ്പ് മോഡുലേറ്റ്ലി എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആസ് ഫോളോസ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് ഇത് കാൾ പിയേഴ്സൻ്റെ ഒരു ഇക്വേഷനാണ്. 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. സിമ്പിളായ ചാപ്റ്ററാണ്. നിങ്ങളുടെ ഇക്വേഷൻസ് മറ്റേതൊക്കെ വെച്ച് നോക്കുന്ന നേരത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എഴുതി വെക്കണം പക്ഷേ നോട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് ഇനി അടുത്ത ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ഓക്കെ.